എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ തേങ്ങ ചിരകി നമുക്ക് വറുക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തി തയ്യാറാക്കാൻ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 10 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു കൈപ്പിടി ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പം വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഒരു 4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ലാസ്റ്റ് പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. എരിവിന് വേണ്ടി കുരുമുളക് അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളക് 4 മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചമ്മന്തി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാനുള്ളത് കൊണ്ടാണ് പുളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് വറുക്കാൻ എടുക്കുന്നതുണ്ടെങ്കിൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. വറുക്കുമ്പോഴേക്കും തേങ്ങ ഒന്ന് കളർ മാറി വരുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടിട്ട് വേണം വറുക്കാൻ. അല്ലെങ്കിൽ തേങ്ങയുടെ ചെറിയ ചെറിയ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു ചമ്മന്തി ഇങ്ങനെ തയ്യാറാക്കി വെച്ചേക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ചോറിൻ്റെ കൂടെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇത് പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തേങ്ങ ഇപ്പം നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും അത്യാവശ്യം ഇച്ചിരി മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് 2-3 തവണയായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഞാൻ കോരി കാണിച്ചു തരാം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ളതും ഇട്ട് കൊടുത്ത് ഇതേപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ജാറിൻ്റെ അടിവശത്ത് ചിലപ്പോൾ ചെറിയ കട്ട പോലെ കാണാം. നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. പണ്ടൊക്കെ ഇത് ഉരലിലൊക്കെ ഇട്ട് ഇടിച്ചായിരുന്നു എടുക്കുന്നത്. ആ സമയത്തൊക്കെ തേങ്ങയുടെ പാലൊക്കെ എടുത്ത് പിഴിഞ്ഞിട്ടായിരുന്നു തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് വഴുതനങ്ങയും തൈരും ഒക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ വട്ടത്തിൽ നന്നായിട്ട് കനം കുറച്ച് വേണം ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് കളർ മാറുന്നൊരു വെജിറ്റബിളാണ് വഴുതനങ്ങ. നമുക്കിത് ഉടനെ തന്നെ മസാല പുരട്ടി വയ്ക്കാനായതുകൊണ്ട് തന്നെ വെള്ളത്തിലും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 വഴുതനയും വളരെ കനം കുറച്ച് തന്നെ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം ഈ ഒരു വലിപ്പത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വറുത്തെടുക്കാനാണ്. അപ്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാലയിലേക്കൊന്ന് പുരട്ടിയെടുക്കാം. ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നന്നായിട്ട് ഈ വഴുതനങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതിയാവും. ഒന്ന് വാട്ടിയെടുത്താൽ മതി. തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഒന്ന് വാട്ടിയെടുക്കാം. കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ ഒരുപാട് കിട്ടത്തില്ലേ. അപ്പം ബാക്കി വരുന്ന സമയത്ത് വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കും. ഒരു സൈഡ് പരുവായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഈ ഒരു പരുവാകുമ്പോഴേക്കും പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വഴുതനങ്ങ നന്നായിട്ട് പരുവായി കിട്ടും. അപ്പോൾ ഇതേപോലെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി വറുത്തെടുത്തതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് തൈര് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത തൈര് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ച കളറൊന്ന് മാറിയിട്ട് ലൈറ്റായിട്ട് വെളുത്ത് വരത്തില്ല. ആ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ പച്ചമുളകും കോരി മാറ്റി ഇനി ആ ചട്ടിയിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതാ 4-5 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചേർത്ത് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതേപോലെ മൂത്ത് വരണം. ആ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചേർത്ത് കൊടുത്ത എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പെല്ലായിടത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി കറി അടച്ചു വെച്ച് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വിളമ്പിയെടുക്കാം. അപ്പോഴേക്കും ചേർത്ത് കൊടുത്ത വഴുതന നന്നായിട്ട് പരുവായി കിട്ടും. ഒന്നുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. വഴുതനങ്ങ കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് വഴുതനങ്ങ ഒരുപാട് കിട്ടത്തില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വഴുതനങ്ങയുടെ പീസൊക്കെ ഈ തൈരിൽ കിടന്ന് നന്നായിട്ട് ഇത് തൈരൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്. അടുത്തത് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും ചക്കക്കുരു മുകളിലെ പാട കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കുതിർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തൊലി ഇളക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ എടുത്ത് അതിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മുരിങ്ങയ്ക്ക വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ചക്കക്കുരു വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ ബ്രൗൺ സ്കിന്നൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങയ്ക്ക ഇതേപോലെ മുകളിലെ ഭാഗമെല്ലാം ചുരണ്ടി കളഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം. ആവശ്യമുള്ള നീളത്തിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം പിന്നീട് അതിനെ നടുവേ ഒന്ന് പിളർന്നെടുക്കണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുവേ ഇങ്ങനെയൊന്ന് പിളർന്നെടുക്കാം. മുരിങ്ങയ്ക്ക വൃത്തിയാക്കുമ്പോൾ മുകളിലുള്ള തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വേണം ഇതേപോലെ മുറിച്ചെടുക്കാൻ. ഇനിതാ നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനിതാ ഇതേപോലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന ചക്കക്കുരു പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പം ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞെടുക്കാം. എടുത്തതിന് ശേഷം അതും ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം.
ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരു എല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ മുരിങ്ങയൊക്കെ ഇട്ട് വെച്ചിരുന്ന ചട്ടിയിലേക്ക് ചക്കക്കുരുവും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ നല്ലതുപോലെ വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകവും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കഷ്ണത്തിനുള്ള വെള്ളമൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം. നമ്മൾ നേരത്തെ കഷ്ണത്തിനുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറി ഇനി തിളച്ച് വരരുത്, നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതേപോലെ കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുവും എല്ലാം കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചക്കക്കുരു മുരിങ്ങയ്ക്ക മാങ്ങ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.